പെരുമഴ തകർത്ത് പെയ്യുമ്പോഴും കുടിവെള്ളമില്ലാതെ വലയുകയാണ് തൃശൂർ കയ്പമംഗലത്തെ കോതപ്പറമ്പ് നിവാസികൾ. പ്രദേശത്തെ കുടിവെള്ള വിതരണം മാസങ്ങളായി മുടങ്ങിയതാണ് പ്രതിസന്ധിയുടെ കാരണം. പ്രശ്നപരിഹാരത്തിനായി നിരവധി പരാതികൾ നൽകിയെങ്കിലും പരിഹാരമായില്ല. ശ്രീനാരായണപുരം 11-ാം വാർഡ് കോതപ്പറമ്പ് കിഴക്ക് ഭാഗത്താണ് കുടിവെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ വലയുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരം മുൻപിവിടേക്ക് സ്ഥിരമായി വെള്ളം എത്തിയിരുന്നെങ്കിലും മാസങ്ങളായി കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ലെന്നാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥിരമായി വെള്ളം എത്തിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ രൂക്ഷമായത് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായിക തുടങ്ങിയിട്ട് ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർക്ക് കൊടുത്ത് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിലപാടാണ് അവർ ഇതാവണത്. ഇതിന് എന്തോരം പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല. വിളിക്കുമ്പോൾ അവർ പറയണത് റോഡ് പണിയാണ്, അവിടെ പൊട്ടി പൈപ്പ്, ഇവിടെ പൊട്ടി പൈപ്പ്, ആ രീതിയിലാണ് അവർ വർത്തമാനം പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ള ക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല. തീർത്തും ബുദ്ധിമുട്ടിലായതോടെ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ വില കൊടുത്താണ് കുടിവെള്ളം വാങ്ങുന്നത്. ഒരു തവണ 2000 ലിറ്റർ വെള്ളം വാങ്ങുന്നതിന് 700 രൂപ വേണം. ഇപ്പോൾ മഴവെള്ളം ശേഖരിച്ചുപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് പലരുടെയും ദൈനംദിന ആവശ്യങ്ങൾ നടന്നുപോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നമ്മളെ കുടിവെള്ളത്തിനും മറ്റുള്ള എല്ലാത്തിനും ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. ഇതുവരെ അതിനൊരു 3 വർഷത്തോളമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. 2 പ്രാവശ്യം നമ്മൾ കളക്ടർക്ക് പരാതി കൊടുത്തു, ഇപ്പോൾ ഈ അടുത്ത ദിവസം കൊടുത്തു. എന്നിട്ട് ഒരു പരിഹാര മാർഗ്ഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. വാട്ടർ അതോറിറ്റിയിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അവരൊരു പരിഹാരം കാണുന്നില്ല. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളം എത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പകരം പൈപ്പിട്ട് വെള്ളം എത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. അതേസമയം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും E.T. ടൈസൺ MLA അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.